ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. രണ്ട് പോസ്റ്റേഴ്സ് ആണെന്ന് പൊങ്കൽ ഇനിയിൽ ഒക്കെ പ്രമാണിച്ച് വരാനുണ്ടെന്ന് അറിഞ്ഞിരുന്നത്. അല്ല, ഒന്ന് പ്രഭാസ് പ്രബോസ് പുള്ളിക്കാരന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതുവരെ ഇപ്പോൾ ആ ഒരു ബാഹുബലിക്ക് ശേഷം വലിയ കഥാപാത്രങ്ങളിൽ നിന്നും ഇറങ്ങി വരാൻ പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. സോ ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ കോമഡി ഒരു എന്റർടൈനിങ് പരിപാടി ആയിട്ടുള്ള ഒരു സാധനം വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ആൻഡ് നമ്മുടെ സ്വന്തം വേട്ടയ്യാൻ, അതായത് രജനീകാന്തിന്റെ സിനിമയായിട്ടുള്ള വേട്ടയാൻ. ഈ വേട്ടയാന്റെ ഒരു കളർഫുൾ വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് 9:15 വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് സാധനം വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏത് വേണം? വേട്ടയാൻ വേണോ പ്രഭാസ് വേണോ? പ്രഭാസ് ആദ്യം നോക്കാം. ദേ, ഇതാണ് സാധനം. രാജാ സാബ് ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. ഈ പറഞ്ഞ പോലെ പൊങ്കൽ ഇനിയിൽ പ്രമാണിച്ചിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ആ ഒരു കളർഫുൾനെസ് ഭയങ്കരമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര മറ്റേ പൊട്ടിത്തെറിക്കണതും പടക്കം പൊട്ടണതും അങ്ങനെയൊക്കെ ഒരു രസമായിട്ടുള്ള ഒരു സാധനം. പുള്ളിക്കാരനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലുക്കിൽ ആ ഒരു ആദ്യത്തെ ലുക്കിൽ നോക്കുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കള്ളി തുണിയും ഉള്ളിൽ മറ്റേ ട്രൗസറും ബ്ലാക്ക് ഷർട്ടും അതും ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ട് നല്ല രസമായിട്ടുള്ള ഒരു സാധനം, ഒരു നാടൻ ലുക്കിൽ പുള്ളിക്കാരൻ വന്നു തോന്നുന്ന, അല്ല ഭയങ്കര രസമായിട്ടുള്ള ആ ഒരു വലിയ വലിയ സംഭവങ്ങൾ. ഇപ്പൊ കൽക്കി ആണെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളാണെങ്കിലും സലാർ ആണെങ്കിലും അങ്ങനെയുള്ള, അതായത് ആ ഒരു ബാഹുബലിക്ക് ശേഷം അത്തരത്തിലുള്ള സിനിമകളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരു പ്രവണത കണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള, കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്ന ടൈപ്പ് ഒരു സാധനം. സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിലുള്ള ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിക്കാരുടെ മുഖമൊക്കെ വരച്ചു വെച്ച പോലെയുണ്ട്. ഇതായിരുന്നു ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ, ജയറാമൊക്കെയുള്ള സിനിമ ഉണ്ടല്ലോ, ആ സിനിമയുടെ പ്രശ്നം ഇത് തന്നെയായിരുന്നു. ആ വണ്ടി, വലിയൊരു വണ്ടി വന്ന് ഇടിച്ചിട്ട് തക്കാളിച്ചാറ് ഒഴിച്ച പോലെ വരുന്ന ഒരു സംഭവമല്ലേ, ആ ലുക്ക്. അതിൽ ഇതെന്ന് പ്രശ്നം വരച്ച ചോര VFX ചെയ്താണ് മൊത്തത്തിൽ തോന്നും. അത്തരത്തിൽ മുഖം ഭയങ്കരമായിട്ട് ആ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. അതാണ് ഇതിൽ ആകെയുള്ളൊരു പ്രശ്നം. മുഖം ഇങ്ങനെ വെച്ച് ഏതോ ഒരു ശരീരത്തിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ച പോലെ തോന്നുന്നുണ്ട് അത് സൂം ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സൂം ചെയ്ത് നോക്കാതിരിക്കണം നല്ലത്. അല്ലാണ്ട് കാണുമ്പോൾ നല്ല രസമുള്ള ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു വരുന്ന ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര എൻജോയ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ഒരു സിമ്പിൾ ക്യാരക്ടർ അങ്ങനെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറയാം. വേട്ടയാനിലേക്ക് വരുമ്പോ അടിപൊളി പോസ്റ്റർ ആണെന്നേ പറയാനുള്ളൂ. കാരണം ഇത് ഒന്നാമത് ഈ ഡ്രോയിങ് ചെയ്യുന്നതിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ അവർ ഇട്ടുണ്ടായിരുന്നു. കളറൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു വാട്ടർ പെയിന്റ് ഒക്കെ അടിക്കുന്ന പോലെ ഇങ്ങനെ. അതല്ല ഞാൻ ഉദ്ദേശിച്ച ആ തരത്തിൽ ചെയ്യുന്ന ഒരു സാധനം കണ്ടിരുന്നു. അത്തരത്തിലൊരു സാധനം നമ്മൾ ആ ഗ്ലാസ് ഒക്കെ വെച്ച്, ആ ഗ്ലിംസിൽ കണ്ടിട്ടുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് പുള്ളി നിൽക്കുന്നതിന്റെ ഫോട്ടോ, അതിന്റെ തൊട്ട് മുമ്പിൽ ആ തോക്ക് ഇങ്ങനെ ഓടിച്ച് നിൽക്കുന്ന സാധനം. ഇതൊരു മാസ് പടമായിരിക്കും. ഓഫ് കോഴ്സ് രജനീകാന്ത് ആണ് പുള്ളിക്കാരൻ. സ്ക്രീനിൽ വന്ന് നിന്നാൽ തന്നെ പൊങ്കലാണ്. അത്തരത്തിലൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരന്റെ. ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ ഭയങ്കര സംഭവമാണ്. പിന്നെ ചെയ്യുന്ന സിനിമകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു രജനീകാന്ത് മൂവി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പുള്ളിക്കാരന്റെ ആ സ്വാഗും ആ സ്ക്രീൻ പ്രസൻസും പുള്ളിക്കാരന്റെ ഡയലോഗ് ഡെലിവറിയും ഫാസ്റ്റ് ആയിട്ടുള്ള നടത്തവും ചില മാസ് ഡയലോഗും ആ ചിരിയും അതൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു ചെറിയ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടിയിട്ടുള്ള ചിരിയൊക്കെ ഉണ്ട്. ഒക്കെ ഭയങ്കര സംഭവമാണ്. സോ അത്തരത്തിലൊരു സിനിമ തന്നെ ആയിരിക്കും വേട്ടയൻ എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആളുകൾ ഓടി വരുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതൊരു മാസ് എന്റർടൈനിങ് ഒരു കിടിലൻ സാധനമായിരിക്കും. സോ അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. സോ ഈ രണ്ട് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൽ വേട്ടയന്റെ പോസ്റ്റർ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ആ വരക്ക് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ രാജാ സാബ് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇത് ഈ ഒരു മുഖം ഇങ്ങനെ സൂം ചെയ്ത് കാണുന്ന സമയത്ത് ഇതിന്റെ പ്രതീക്ഷയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു പുതിയ സ്റ്റോറി ആയിരിക്കും എന്നുള്ളത് വലിയൊരു സമാധാനമുണ്ട്. മാരുതി ഫിലിം കേട്ടോ, പുള്ളിക്കാരനാണ് ഇത് ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ TG വിശ്വപ്രസാദ്. എനിവേ, കാണാത്തൊരു വേഷം. അത് പണ്ടൊക്കെ പുള്ളിക്കാരൻ ചെയ്തിരുന്ന നല്ല നല്ല കുറെ വേഷങ്ങളുണ്ട് നമ്മുടെ പ്രഭാസ്. പക്ഷെ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ വന്നതോടുകൂടി പാൻ ഇന്ത്യനായി മാത്രമല്ല എത്ര പടം പൊട്ടിപ്പൊളിഞ്ഞു പോയാലും പുള്ളിക്കാരൻ ആ റേഞ്ച് വിട്ടിട്ടില്ലായിരുന്നു. സലാറിനോടുകൂടി വീണ്ടും ആ ഒരു റേഞ്ച് വിട്ടിട്ടില്ല എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, ഒന്നുകൂടെ ഒന്നും അരക്കിട്ടുറപ്പിച്ചു എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് സലാറിനോടുകൂടി ആയി. എന്നാലും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ 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 കഥാപാത്രങ്ങളല്ലാതെ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര മാത്രം വലിയ കഥാപാത്രങ്ങളല്ലാതെ അതിൽ നിന്ന് ഇറങ്ങി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് വരണം എന്ന്. അപ്പോ ഈ ലുക്കിൽ അത് വന്നിട്ടുണ്ട്. ഇനി സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ അഭിനയിക്കുമ്പോൾ അത്രയും ചെറിയൊരു കഥ ഒന്നും ആയിരിക്കില്ല. അതിനനുസരിച്ചുള്ള അതിന്റെ തീർത്ഥവും ആ സാഹചര്യങ്ങളൊക്കെ അത്രയും വലുത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ. പക്ഷെ എന്നാലും ആ ക്യാരക്ടർ വൈസ് ആ ഒരു സാധാരണക്കാരനേക്ക് ഇറങ്ങി വന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു മുഖത്തെ VFX ഒഴിച്ച് നോക്കിയാൽ അത് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ഗ്ലിംസോ ടീസറോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഒന്നുമല്ല, കാത്തിരിക്കുന്നത് കൽക്കി.
ആ പടത്തിനാണ് കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പ്രഭാസ് സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് തലവരിലേക്ക് വരുമ്പോൾ എല്ലാ പടത്തിനും ഏതായാലും കാത്തിരിക്കുന്നുണ്ടാവും. എന്നാലും ലോകേഷ് മൂവിക്കാണോ അതോ വേട്ടയാന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കമന്റിൽ മറക്കാൻ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാണാം. കാണുന്നവരെ.